ഹായ് എവ്രി വൺ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമ്മിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന പേപ്പറിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1ലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത് എന്താണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള മാർഗമാണ്. അതായത് ഇൻ്റർനെറ്റ്, മൊബൈൽ ആപ്പുകൾ, സോഷ്യൽ മീഡിയ എന്നിവ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള മാർഗമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രധാന വഴികൾ എന്തെല്ലാം എന്നാണ്? ഇമെയിൽ മാർക്കറ്റിംഗ്, ഉപഭോക്താക്കളെ ടാർഗറ്റ് ചെയ്ത് ഇമെയിലുകൾ അയക്കുന്നത്. സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ (SEO), ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകളിൽ വെബ്സൈറ്റിൻ്റെ റാങ്ക് ഉയർത്തുക. പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ്, ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പണമടച്ച് പരസ്യങ്ങൾ നടത്തുന്നു. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, പ്രശസ്തരായ ബ്ലോഗർമാരെ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺലൈൻ മാർക്കറ്റിംഗ് എങ്ങനെ പ്രയോജനപ്പെടുത്താം? കസ്റ്റമേഴ്സിൻ്റെ ഇമെയിൽ ഐഡികൾ ശേഖരിച്ച് ഓഫറുകൾ അയക്കാം. കസ്റ്റമേഴ്സിൻ്റെ തിരച്ചിൽ ഭാഷകൾ മനസ്സിലാക്കി യോജിച്ച കീവേഡുകൾ ഉപയോഗിക്കാം. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായുള്ള ഉപഭോക്താക്കളെ ലക്ഷ്യം വെച്ച് പരസ്യങ്ങൾ നടത്താം. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, പ്രധാന കീവേഡുകൾ എന്തെല്ലാം എന്നാണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ട്രഡീഷണൽ മാർക്കറ്റിംഗ്, SEO, സോഷ്യൽ മീഡിയ, പേഴ്സണലൈസേഷൻ, ഡാറ്റ അനലിറ്റിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായ റാപ്പിഡ് ക്യാമ്പയിൻ എന്നത് എന്താണ്? 2016 സ്പോട്ടിഫൈ എന്ന സംഗീത സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഉപഭോക്താക്കളുടെ ഓരോരുത്തരുടെയും വാർഷിക കേൾവി വിവരങ്ങൾ സ്വതന്ത്രമായി വിശകലനം ചെയ്ത് ഷെയർ ചെയ്യാവുന്ന സമ്മറി ആയി മാറ്റിയിരുന്നു. ഇത് റാപ്പിഡ് ക്യാമ്പയിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ഷെയർ ചെയ്തത്. അടുത്ത essay ക്വസ്റ്റ്യൻസായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക് യു.